എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്സും പച്ചക്കറികളും ഒക്കെ ഇട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. നമ്മൾ ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ആദ്യമായിട്ട് ചേർക്കുന്നത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർക്കുന്നത്. നെയ്യില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ എടുത്താലും മതി. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറികളും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടെ ചേർത്തു. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ നമ്മൾ ഏറ്റവും അവസാനം ഇടാനായിട്ട് മാറ്റി വെച്ചു. ഇനി പച്ചക്കറികൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓട്സാണ് ചേർക്കുന്നത്. റോൾഡ് ഓട്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓട്സ് ചേർത്തിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യാനുസരണം വെള്ളം കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്നാണ് പച്ചക്കറികളൊക്കെ വെന്ത് അതിൻ്റെ ഗുണങ്ങൾ ഇറങ്ങേണ്ടത്. നമ്മളൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കാം. സാധാരണ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലോറൊക്കെ ചേർക്കും ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിലങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓട്സ് ചേർത്തിരിക്കുന്ന കാരണം ഇത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുള്ളൊരു സൂപ്പാണ്. കുറച്ച് കുരുമുളക് പൊടി ഫ്രഷ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്തും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓട്സ് ചേർത്തിരിക്കുന്ന കാരണം ചെറിയൊരു കൊഴുപ്പൊക്കെ ഉള്ളൊരു സൂപ്പാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമ്മൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നർ, ലഞ്ചൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മറക്കാതെ കാണുക. നമ്മൾ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്